Hi, dear friends. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറന്റ് അല്ലെങ്കിൽ മൂവിംഗ് മാറ്റർ ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് ആദ്യം ബയോട്ട് സവാർട്സിലും ആയിരുന്നു. ബയോട്ട് സവാർട്സിൽ എന്താ നമുക്കറിയാം, ദ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് എലിമെന്റ് ഈസ് dB is equal to mu0 divided by 4 pi IDL sin theta by r square. Mu0 is permeability of free space, 4 pi into 10 raised to minus 7 Henry per meter. Then I is current passing through the element. DL is length of the element. Theta is angle between current element and the straight line joining the current element and the point. And R is distance to the point from the current element. Inverse square law ആണ്. നമ്മൾ കുളൂംസ് ലോ ആയിട്ട് കമ്പയർ ചെയ്തു. അതിന്റെ ഡിസിമിലാരിറ്റീസും കണ്ടു. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഏതെങ്കിലും വേറൊരു മീഡിയത്തിലാണെങ്കിൽ ഈ എക്സ്പ്രഷൻ mu0 by 4 pi എന്നുള്ളടത്ത് mu0 into mu r by 4 pi IDL sin theta by r square എന്നാവും മാഗ്നറ്റിക് ഫീൽഡ്. mu r എന്ന് പറയുന്ന സാധനം അതാണ് mu r. mu r is equal to permeability of the medium divided by permeability of free space. അപ്പൊ തിരിച്ചെഴുതിയാൽ mu is equal to mu0 into mu r. ഈ mu r നെ നമുക്കൊന്ന് പരിചയപ്പെടാം. mu r ന് നോ യൂണിറ്റ് ആണ്, നോ ഡയമെൻഷൻ ഫോമിലാണ്, കാരണം ഒരേ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റേഷ്യോ ആണ്. mu r is greater than 1 for paramagnetic substances. mu r is much greater than 1 for ferromagnetic substances. mu r is equal to 1 for air and mu r is less than 1 for diamagnetic substances. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പാരാ ഫെറോ ഡയ ആയിട്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെ ക്ലാസിഫൈ ചെയ്യും. നിങ്ങൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുള്ളത് ഞാനൊന്ന് പറഞ്ഞു മാത്രം. എക്സാമ്പിൾസ് വേണമെങ്കിൽ ഓർമ്മിച്ചോളൂ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ അലുമിനിയം, ക്രോമിയം മുതലായിട്ടുള്ള ആൾക്കാർ, സോഡിയം മുതലായിട്ടുള്ള ആൾക്കാർ. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് അയേൺ, കൊബാൾട്ട്, നിക്കല്, സ്റ്റീല് മുതലായിട്ടുള്ള ആൾക്കാർ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ഗോൾഡ്, സിൽവർ, കോപ്പർ, മെർക്കുറി, എക്സെട്ര. അപ്പൊ ഇതൊന്ന് ഓർമ്മിക്കുക. റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തത് വേറെ ഒരു കാര്യം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടതായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ്, മാഗ്നറ്റിക് ഫീൽഡിന് ഉപയോഗിക്കുന്ന അക്ഷരം B ആണ്. SI യൂണിറ്റ് ഈസ് ടെസ്ലയാണ്. ടെസ്ല ഈസ് ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ക്യാപിറ്റൽ T ആണ് ഉപയോഗിക്കുക. മറ്റൊരു യൂണിറ്റ് ആണ് ഗോസ്. CGS യൂണിറ്റ് ആണ് ഗോസ്. ക്യാപിറ്റൽ G എന്നുള്ള അക്ഷരം ഉപയോഗിക്കും. 1 ടെസ്ല ഇസ് ഈക്വൽ ടു 10 raised to 5 ഗോസ് ആണ്. അല്ലെങ്കിൽ 1 ഗോസ് ഇസ് ഈക്വൽ ടു 10 raised to minus 4 ടെസ്ലയാണ്. ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കട്ടെ. കഴിഞ്ഞ ക്ലാസിന്റെ ഒന്ന് നമ്മൾ വിട്ട ഭാഗങ്ങളൊന്ന് പൂരിപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ആദ്യമായിട്ട് ബയോട്ട് സവാർട്സിലൂടെ അപ്ലിക്കേഷൻ നല്ല വൃത്തിയായിട്ട് ചെയ്തു. ബയോട്ട് സവാർട്സിലൂടെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. വെക്ടർ ഫോമിൽ ബയോട്ട് സവാർട്സിലോ എഴുതിയാൽ എങ്ങനെയായിരുന്നു? വെക്ടർ ഫോമിൽ നമ്മൾ ബയോട്ട് സവാർട്സിലോ എഴുതിയത് ഇങ്ങനെയായിരുന്നു. dB വെക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് എഴുതിയാൽ ഏത് മീഡിയ ആണെങ്കിലും mu0 mu r by 4 pi എന്ന് എഴുതി IDL ഇത് വെക്ടർ ആയിട്ട് എടുത്തു. ക്രോസ് r ഡിവൈഡഡ് ബൈ r ക്യൂബ്. അപ്പൊ ഐഡിയൽ ക്രോസ് ആറിന് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഐഡിയൽ ക്രോസ് ആറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയലും ആറും അടങ്ങിയിരിക്കുന്ന പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഐഡിയൽ ക്രോസ് ആറ്, അതായത് ഐഡിയൽ കറന്റ് എലിമെന്റും ഈ പോയിന്റിലേക്കുള്ള ദൂരവും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് ഒരു സർക്കുലാർ കോയിൽ ക്യാരിയിങ് കറന്റ്, ഒരു സർക്കുലാർ കോയിൽ ക്യാരിയിങ് കറന്റ്, അതിലിങ്ങനെ കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കറന്റ് I ആണ്, അതിന്റെ റേഡിയസ് A ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിസില് സെന്ററിൽ നിന്ന് 6 ദൂരത്തുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B is equal to എക്സ്പ്രഷൻ കിട്ടിയത് mu0 n I a square divided by 2 into a square plus r square all raised to 3/2. നന്നായി ബൈ ഹാർട്ട് പഠിക്കേണ്ട ഫോർമുലയാണ്. അതില് mu0 എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് വാല്യൂ 4 pi into mu0ന്റെ വാല്യൂ എത്രയാണ്? mu0 is equal to 4 pi into 10 raised to minus 7 യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുകളുടെ എണ്ണം, ആകെ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. I total number of turns on N. I is current passing through each turn of the coil. A is radius of the coil. R is the distance to the point from the center of the coil along the axis. ഇതിന്റെ രണ്ട് സ്പെഷ്യൽ കേസുകൾ നമ്മൾ കണ്ടു. അറ്റ് ദ സെന്റർ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് mu0 n I by 2a. ആറിന് 0 കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂ.
ആൻഡ് അത് കുറെ ദൂരത്തിലാണെങ്കിൽ അറ്റ് ലാർജ് ഡിസ്റ്റൻസ് കുറെ ദൂരത്തിലാണെങ്കിൽ കിട്ടിയത് എന്തായിരുന്നു mu0 n I a square ഡിവൈഡഡ് ബൈ 2r³ എന്ന് കിട്ടി. എപ്പോഴാണത്? This is when r is much greater than a. This is when r equal to 0. സെന്ററിലാണെങ്കിൽ r 0 ആണ്. ആ സമയത്ത് mu0 ni by 2a ഈക്വേഷനിൽ കൊടുത്താൽ മതി, കിട്ടും. r much greater than a ആണെങ്കിൽ r square plus a square എന്നുള്ളിടത്ത് നിങ്ങൾക്ക് a square നെഗ്ലക്ട് ചെയ്യാം. മുകളിലുള്ള a square നെഗ്ലക്ട് ചെയ്യരുത്. a square plus r square എന്നുള്ളിടത്ത് a നെ മാത്രം നെഗ്ലക്ട് ചെയ്യുന്നു. കൂട്ടുമ്പോൾ a വളരെ ചെറുതായി പോയതുകൊണ്ട് ഒഴിവാക്കി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഉത്തരം ഇങ്ങനെയായിട്ട് മാറും. ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് നമുക്ക് കിട്ടി, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം, ഇതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ആക്സിസിലൂടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ എന്താ നമ്മൾ പറഞ്ഞത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. എന്തായിരുന്നു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? യു ടേക്ക് ദ കോയിൽ ഇൻ ദ റൈറ്റ് ഹാൻഡ് such that the curled fingers gives the direction of current, then the thumb will give the direction of magnetic field. അപ്പൊ ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറന്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരുന്നു. അങ്ങനെയാണെങ്കിൽ തമ്പ് ദാ ഉള്ളിലേക്ക് പോയി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ആക്സിസിലൂടെ ഉള്ളിലേക്ക്, ഇങ്ങനെയാണ് നിങ്ങൾ കോയിൽ കാണുന്നതെങ്കിൽ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് കയറുന്ന മുഖാണെങ്കിൽ ദാറ്റ് വിൽ ആക്ട് ആസ് സൗത്ത് പോൾ. ഇനി ഇങ്ങനെയാണ് കറന്റ് കണ്ടത്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറന്റ് കണ്ടതെങ്കിൽ വീണ്ടും വലത്തെ കയ്യിൽ കേൾഡ് ഫിംഗേഴ്സ് കറന്റിന്റെ ഡയറക്ഷനിൽ പിടിച്ചു, തമ്പ് പുറത്തേക്ക് വന്നു. തമ്പ് പുറത്തേക്ക് വന്ന ആക്സിസിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് ആക്ടിങ് ആസ് എ നോർത്ത് പോൾ. ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്, നമ്മൾ അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് ഈസ് ആക്ടിങ് ആസ് എ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിനെ പോലെ പെരുമാറും. ആരാണ് ബാർ മാഗ്നറ്റ്? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നോർത്ത് പോളും സൗത്ത് പോളും കൂടി ചേർന്നതാണ്. അപ്പൊ കുറെ ചുറ്റുകളുള്ള ക്യാപിറ്റൽ ആൻഡ് ടേൺസ് ഉള്ള ഒരു കറന്റ് ക്യാരിയിങ് കോയില് ഒരു മാഗ്നറ്റിനെ പോലെ പെരുമാറും എന്ന് പറയാൻ കാരണം, നിങ്ങൾ നോക്കുന്ന മുഖം ക്ലോക്ക് വൈസ് ആയിട്ട് കറന്റ് കണ്ടാൽ അവിടെ സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ മറ്റേ മുഖം നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഒരു മാഗ്നറ്റായി. നിങ്ങൾ നോക്കുന്ന ഭാഗത്ത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറന്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ മുഖം നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിന്റെ മറ്റേ എൻഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോഴും ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. അങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? ദർ മസ്റ്റ് ബി എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഒരു മാഗ്നറ്റിക് ഡൈപോളിന് എന്റെ സ്വഭാവം കാണിക്കുന്ന വാക്കാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഏതുപോലെ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരുന്ന പോലെ. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് ഉപയോഗിക്കുന്ന അക്ഷരം എന്തായിരുന്നു? പി എന്നുള്ള അക്ഷരമായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ ചുരുങ്ങി വരാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോർമുല വളരെ കൂടുതൽ ദൂരത്ത് ആക്സിസിൽ ഉണ്ടാകുന്ന ഒരു സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷനാണ് ഞാൻ എഴുതിയത്. B is equal to mu0 ni a square divided by 2r³. Very large distance along the axis. നമ്മള് ആക്സിയൽ പോയിന്റ്, അതായത് ആക്സിയൽ പോയിന്റില് വളരെ ദൂരത്തുള്ള പോയിന്റില് r is much greater than a യുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഡൈപോള് എങ്ങനെയായിരുന്നു? ഇലക്ട്രിക് ഡൈപോള് -q അല്ലെ, +q, ഇങ്ങനെ ഒരു -q +q ഇരിക്കുന്നു. സെന്ററിൽ അതിന്റെ ഡൈപോളിന്റെ ലെങ്ത് 2a. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആക്സിയൽ പോയിന്റിൽ p, ഈ പോയിന്റിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടു r. ഇങ്ങനെയാണെങ്കിൽ r is much greater than a ആണെങ്കിൽ ഡൈപോളിന്റെ ഡൈപോൾ ലെങ്തിനേക്കാളും എത്രയോ കൂടുതലാണ് ഈ പോയിന്റിലേക്ക് ആക്സിസിലുള്ള ദൂരമെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഫോർമുല ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ പോയിന്റ് ഈസ് given by 1/4πε0 2p/r³. ഓർമ്മണ്ടല്ലോ അല്ലെ? where P is dipole moment of the electric dipole, R is distance to the point from the center of the dipole along the axis. ക്ലിയർ ആണല്ലോ? അത് മുമ്പ് പഠിച്ച ഫോർമുലയാണല്ലോ. ഇലക്ട്രിക് ഡൈപോള് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ആക്സിയൽ പോയിന്റില്, വളരെ ദൂരത്തുള്ള പോയിന്റില് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ ആയിരുന്നു 1/4πε0 2p/r³. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റും ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ പോലെ ആക്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഡൈപോൾ അവിടെ ഉണ്ടായിരുന്ന പോലെ ഇവിടെ മാഗ്നറ്റിക് ഡൈപോളിനെ പോലെ ആക്ട് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഡൈപോളിന്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് കുറെ ദൂരത്തുള്ള പോയിന്റിലാണ് നമ്മൾ ഇത് കണ്ടത്. mu0 ni a square by 2r³. ഇത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്തൂടെ? എന്തിനാ കമ്പയർ ചെയ്യണത്? ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പറഞ്ഞ പോലെ ഇവിടെ മാഗ്നറ്റിക് ഡൈപോളിന്റെ മൊമെന്റിനെ നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഞാൻ ഈ എക്സ്പ്രഷൻ ഒന്നും കൂടി മാറ്റി എഴുതുകയാണെ. സോ ബി ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളൂ, ബി ഈസ് ഈക്വൽ ടു കുറെ ദൂരത്തുള്ള അതേപോലെ ഈ എഴുതിയ പോലെ mu0, ഇവിടെ 1/4πε0 ഉള്ള പോലെ ഇവിടെ ഒന്നും നമുക്ക് ആക്കാം, mu0/4π ആക്കാം. എവിടെയൊക്കെ 1/4πε0 ഉണ്ടോ ആ കോൺസ്റ്റന്റ് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ നമ്മൾ mu0/4π ആയി. 1/4πε0 ആണ് ഇവിടെ എന്തായി? കുളൂംസ് ലോയിലെ 1/4πε0 ആണ്. ബയോട്ട്-സാവാർട്സ് ലോയിലെ mu0/4π ആയിട്ട് മാറിയത്. അപ്പൊ ഞാൻ ഇവിടെ 4π ആണെങ്കിൽ ഇവിടെ 2 ഉള്ളൂ. അപ്പൊ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പൊ ഇവിടെ ഒരു 2π താഴത്ത് കൂടുതലായി, ഇവിടെ 2 എന്നുള്ളടത്ത് 4π നാക്കി, അപ്പൊ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പൊ മുകളിലും 2π കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. നോക്കുക n 2 അവിടെ എഴുതി, അപ്പൊ ഒരു 2 ശരിയായി. ഞാൻ ആ പൈന്റെ സ്ഥാനത്ത് പൈനെ ഇവിടെ കൊണ്ടുവന്നിട്ടു, πa² ഡിവൈഡഡ് ബൈ r³ ശരിയല്ലേ? ഈ എഴുതിയത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഞാൻ ആകെ ഒരു എന്താക്കി 2π കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. മുകളില് 2π എഴുതിയത് ഇവിടെ 2 ഇവിടെ 2 πa² അടുത്ത് കൊണ്ടുപോയിട്ടു. ഇവിടെ താഴത്തെ 2π ഇടുമ്പോ 2 × 2π എന്ന് എഴുതി, അപ്പൊ 4π ആയി. അപ്പൊ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇത്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് πa²? എ ആണ് റേഡിയസ് എങ്കിൽ πa² is area of cross section of the coil. So this equation becomes B is equal to area of cross section എന്താണ് നമ്മൾ എഴുതുക? πa² is equal to capital A, area of cross section of the coil. Then B is equal to μ0 by 4π 2NIA. πa² എന്നുള്ളടത്ത് A എന്ന് എഴുതി, area of cross section of the coil divided by r³. Equation 2 നമ്മൾ നേരത്തെ എഴുതിയത്. Equation 1 ഇവിടെ ഉണ്ട്. Electric field due to an electric dipole along the axial point at very large distance is 1/4πε0 2p by r³. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ മാഗ്നറ്റിക് ഡൈപോൾ. ആരാണ് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്തത്? സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് along the axis is μ0 by 4π 2NIA by r³. രണ്ടെണ്ണം ഒരേപോലെ അല്ലേ? ഇക്വേഷൻ നോക്കൂ, ഇവിടെ r much greater than a ആണ്, ഇവിടെ r much greater than a ആണ്. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കൂ, μ0 by 4π 1/4πε0 ഒരേപോലെ ഉണ്ട്. അവിടുത്തെ 1/4πε0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സ്ഥാനത്ത് ഇവിടെ μ0 by 4π ഉണ്ട്. ഇവിടുത്തെ 1/r³ സ്ഥാനത്ത് ഇവിടെയും 1/r³ പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. ഇവിടുത്തെ 2 എഴുതി കൊടുത്ത് ഇവിടെയും 2 ഉണ്ട്. അപ്പോ അവിടുത്തെ P എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണുള്ളത്? NIA ആണെന്ന് ചുരുക്കാം. സോ മാഗ്നറ്റിക് ഡൈപോൾ, ഈ മാഗ്നറ്റിക് ഡൈപോൾ ആരാ ഡൈപോൾ ആയത്? സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് ഒരു ഭാഗം നോർത്ത് പോൾ ഒരു ഭാഗം സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വിളിച്ചത്. ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ആ ഡൈപോളിന്റെ മൊമെന്റ് ഉപയോഗിക്കുന്ന അക്ഷരം മ്യൂ ആണ്. മ്യൂ ഇസ് ഈക്വൽ ടു m എന്നുള്ള അക്ഷരം പുസ്തകങ്ങളിൽ കാണും. അപ്പൊ മാസനായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് തൽക്കാലം ഞാൻ മ്യൂ എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നു. സോ മ്യൂ ഇസ് ഈക്വൽ ടു ആരാ വന്നത്? ഈ NIA അല്ലെ? μ0 by 4π 1/4πε0 2 by r³. P ന്റെ സ്ഥാനത്ത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ സ്ഥാനത്ത് ഇവിടെ NIA ആണ്. സോ ദാറ്റ് ഈസ് NIA. ഇമ്പോർട്ടന്റ്. Magnetic dipole moment of a circular coil carrying current is given by NIA, where N is total number of turns of the coil, I is current passing through each turn, A is area of cross section of the coil, πa² എന്ന് പറയുന്ന സാധനം. ക്ലിയർ ആയല്ലോ? അപ്പൊ മാഗ്നറ്റിക് ഡൈപോൾ പുതിയൊരു ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻ ഫോർമുല ഈസ് എന്തിന്റെ ഡയമെൻഷൻ ഫോർമുല ഇല്ല, കറന്റിന്റെ ഡയമെൻഷൻ ഫോർമുല I തന്നെ, ഏരിയയുടെ ഡയമെൻഷൻ ഫോർമുല L² ആയിട്ട് എഴുതാം. അപ്പൊ IL² is the dimension formula and SI unit is, കറന്റിന്റെ SI unit is ആംപിയർ, ഏരിയയുടെ SI unit is മീറ്റർ സ്ക്വയർ. എന്നിന് യൂണിറ്റ് ഒന്നുമില്ല. അപ്പൊ SI unit is ആംപിയർ മീറ്റർ സ്ക്വയർ. ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയമെൻഷൻ ഫോർമുല IL². ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നമ്മളൊരു സ്പെഷ്യൽ സിറ്റുവേഷനിലേക്ക് വരാം. അപ്പോ ഈ ഒരു കമ്പാരിസൺ ആണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്തിയത്. അതിന്റെ യൂണിറ്റും ഡയമെൻഷൻ ഫോർമുലയും ഒക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഒരു സിസ്റ്റമാണ് ഹൈഡ്രജൻ ആറ്റം. അപ്പോ ഹൈഡ്രജൻ ആറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എളുപ്പമുള്ള ഒരു കേസാണ് പറയുന്നത്. എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഒരു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് സ്മോൾ r ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ സ്മോൾ a എന്നുള്ളടത്ത് ഞാൻ സ്മോൾ r ആക്കി. ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചാർജ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കറന്റ് ഉണ്ടാവും. അപ്പൊ ദിസ് ഈസ് ആക്ടിങ് ആസ് എ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിലല്ല, ഏത് ആറ്റത്തിലും ഇലക്ട്രോൺ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? ഒരു സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് ആയിട്ട്. കാരണം ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കറന്റ് ഉണ്ടാവും. ആ കറന്റ് ഒരു സർക്കുലർ ഇതിലായതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ്. അപ്പോ ഇവിടെയും ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അത് കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ നടത്താൻ പോവാണ്. അപ്പൊ കൺസിഡർ എ ഹൈഡ്രജൻ ആറ്റം വേർ an electron is revolving around the nucleus in a circular orbit of radius r with velocity v വെലോസിറ്റിയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഇലക്ട്രോണിന്റെ മാസ് m ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം വാട്ട് ഈസ് കറന്റ്. ഇപ്പൊ അവിടെ ഉണ്ടാവുന്ന കറന്റ് കിട്ടിയാലേ നമുക്ക് ഇതിലെ സെന്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ വാട്ട് ഈസ് കറന്റ്? കറന്റ് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ് അല്ലെ? ചാർജ് ബൈ ടൈം ആണ്, Q ബൈ T ആണ്. നമുക്ക് അതിന് പകരം ഇവിടെ ചാർജിന്റെ സ്ഥാനത്ത് ആരാണ്? ഇലക്ട്രോൺ ആണ്, E ആണ്. ഡിവൈഡഡ് ബൈ ടൈമിന്റെ സ്ഥാനത്ത് നമുക്ക് പീരിയോഡ് എഴുതാം. കാരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, പീരിയോഡിക് മോഷൻ ആണ്. അപ്പൊ ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയത്തിന് നമുക്ക് പീരിയോഡ് ആയിട്ട് എടുക്കാം, E ബൈ T. വാട്ട് ഈസ് പീരിയോഡ്? പീരിയോഡ് ഇസ് ഈക്വൽ ടു
ദൂരം ബൈ സ്പീഡ് അല്ലെ. സ്പീഡ് സമം ദൂരം ബൈ ടൈം ആണ്. അപ്പൊ ടൈം സമം ദൂരം ബൈ സ്പീഡ് ആണ്. ഒരു പ്രാവശ്യം കടക്കുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം സർക്കംഫറൻസ് ആണ് 2πr, where r is radius of the orbit, and divided by speed is v. So പീരിയോഡിന് ഈ 2πr by v എന്ന് എഴുതി വെക്കാം. Therefore current is equal to E divided by 2πr by v, that's equal to EV by 2πr. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. കറന്റ്, ഈക്വലന്റ് കറന്റ്, ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ ഓർബിറ്റിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിയാൽ കിട്ടുന്ന കറന്റിന്റെ വാല്യൂ ആണ് EV by 2πr, where E is charge of electron, V is velocity of electron in the orbit, and radius is r, the radius of the orbit. അപ്പൊ ഒരു ഒറ്റ ഇലക്ട്രോൺ മാത്രമുള്ള ഒരു സിസ്റ്റത്തിലെ കറന്റ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കാണേണ്ടത് വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താകും? ഹൈഡ്രജൻ ആറ്റത്തിലെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാവും? നമുക്കറിയാം സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഫോർമുല ഒരു സർക്കുലർ കോയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർമുല μ0 Ni/2a അല്ലെ, സെന്റർ ഓഫ് ദ സർക്കുലർ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ്. അതില് n-ന്റെ സ്ഥാനത്ത് എത്രയാ? ഒറ്റ സർക്കുലർ ഓർബിറ്റേ ഉള്ളൂ ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ. അപ്പൊ n = 1. I-ന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് അറിയാം, അപ്പൊ EV by 2πr അല്ലെ. ആൻഡ് എന്റെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ ആർ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റേഡിയസ് ആർ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് ഇക്വേഷൻ ബിക്കംസ് ബി. ഇത് സെന്ററിൽ, അതായത് ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ സെന്ററിൽ ഇരിക്കുന്ന ന്യൂക്ലിയസിന്റെ മുകളിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി സെന്ററിൽ എത്ര വരിക? μ0 EV by 2πr. എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്താണ് കേട്ടോ. 2πr divided by μ0 II by 2r, that's equal to μ0 EV by 4πr square. Magnetic field at the center μ0, n-ന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, I-ന്റെ സ്ഥാനത്ത് EV by 2πr നേരത്തെ കിട്ടിയത് കൊടുത്തു, by 2a-ന്റെ സ്ഥാനത്ത് r കൊടുത്തു. ഉത്തരം μ0 EV by 4πr square എന്ന് കിട്ടും. ഇതാണ് അറ്റ് സെന്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എപ്പോൾ എത്രയാവും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായി മാറും? വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്? ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിൽ കറങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് mu is equal to NIA. ഫോർമുല n-ന്റെ സ്ഥാനത്ത് 1 into I-ന്റെ സ്ഥാനത്ത് EV by 2πr into ഏരിയ. ഏരിയ എത്ര വരിക? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് r ആണ് റേഡിയസ് എങ്കിൽ πr സ്ക്വയർ. സോ mu is equal to, നോക്കൂ, ഇതാ r വെട്ടിപ്പോയി, പൈ വെട്ടിപ്പോയി, EVR മുകളിൽ r ഉണ്ടാവും by 2 എന്ന് കിട്ടും. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു, ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ കറങ്ങുമ്പോൾ കിട്ടുന്ന മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ ഓരോ ആറ്റങ്ങളും ഓരോ മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യാണ്. ഒരു ഭാഗം നോർത്ത് പോളും മറ്റേ ഭാഗം സൗത്ത് പോളും ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഡൈപോളിന്റെ മൊമെന്റ് ആണ് EVR by 2. ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ ഓർബിറ്റിൽ കറങ്ങിയാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് E, വെലോസിറ്റി ആണ് V, ആ സർക്കുലർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് R എങ്കിൽ mu is equal to EVR by 2, where mu is magnetic dipole moment. ആ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകളാണ്, എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്, ശ്രദ്ധയിൽ വെക്കുക. അപ്പൊ ഞാൻ അതിനെ ഒന്നും കൂടി മാറ്റി എഴുതാണ്. ആൻഡ് ദാറ്റ് mu is equal to E into MVR എന്നാക്കി. ഞാനൊരു m മുകളിലിട്ടു, സ്വാഭാവികമായിട്ടും താഴത്തൊരു m. അപ്പൊ എമൗണ്ട് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും മൾട്ടിപ്ലൈ ചെയ്തു. എന്തായിരിക്കും കാരണം? MVR ആരാണ്? MVR മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ഇസ് ഈക്വൽ ടു ആംഗുലാർ മൊമെന്റം അല്ലെ. ആംഗുലാർ മൊമെന്റം ആണ്. Therefore mu is equal to EL by 2m എന്ന് കിട്ടും. അടുത്ത എക്സ്പ്രഷൻ, ഒരു ഇലക്ട്രോൺ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങിയാൽ, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിയാൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് is equal to EL by 2m, where E is charge of electron, L is angular momentum of the electron, m is mass of the electron. അപ്പൊ നമ്മൾ ഒരു പുതിയ ക്വാണ്ടിറ്റി കൊണ്ടുവരികയാണ്, ദാറ്റ് ഈസ് ഗൈറോമെട്രിക് റേഷ്യോ. പുതിയൊരു വാക്കാണ്, ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ ഗൈറോമെട്രിക് റേഷ്യോ GE is equal to mu divided by L. The ratio of magnetic dipole moment to angular momentum is called as gyrometric ratio, which is equal to L നെ പുറത്തേക്ക് കൊണ്ടുപോയാൽ E by 2m. That is a constant. Okay. Charge of electron, mass of electron universal constant ആയതുകൊണ്ട് the ratio of magnetic dipole moment to angular momentum of an electron revolving around the nucleus in a circular orbit is named as gyrometric ratio. Mu by L is equal to E by 2m. ഇവിടുന്ന് കിട്ടിയതാണ്. ഇനി നമ്മൾ ഒന്നും കൂടി ഒരു പോയിന്റ് കൂടി പറഞ്ഞുള്ള ക്ലാസ് അവസാനിപ്പിക്കാം. ആൻഡ് ദാറ്റ് ഈസ് ബോർ മാഗ്നറ്റോൺ ആണ്. അപ്പൊ അതിനെ ഒന്നും കൂടി നമുക്ക് ഈ ഫോർമുല എഴുതാം. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ബോർസ് പോസ്റ്റുലേറ്റ്, ആറ്റം മോഡൽ നമ്മൾ പഠിക്കുമ്പോൾ ബോറിന്റെ തിയറി പ്രകാരം ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു NH by 2π ആണ്.
നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും, ഫിസിക്സിൽ ഇനി പഠിക്കാൻ പോണു. ദ ആംഗുലാർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ് ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π where n is 1, 2, 3, 4 etc. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ h is known as Planck's constant. h is Planck's constant. അപ്പൊ ഇത് എഴുതിയത് ബോറിന്റെ പോസ്റ്റുലേറ്റ് ആണ്. അപ്പൊ nh/2π എന്നുള്ളത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് mu is equal to E into nh/2π കൊടുത്തു L-ന് divided by 2m. That's equal to E nh divided by 4πm എന്നാവും. അതിൽ n is equal to 1 കൊടുത്താൽ ആർക്കാണത്? ഹൈഡ്രജൻ ആറ്റത്തിലെ ഒറ്റ ഓർബിറ്റ് ഫസ്റ്റ് ഓർബിറ്റിലാണ് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണ്. n is equal to 1 ആണ്. സോ mu is equal to E h divided by 4πm എന്നായി n-ന് 1 കൊടുത്തപ്പോൾ. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ബോർ മാഗ്നറ്റോൺ. ഓർമ്മിക്കുക, ദാറ്റ് ഈസ് നെയ്മഡ് ആസ് ബോർ മാഗ്നറ്റോൺ എന്നുള്ളൊരു വാക്ക്. അപ്പൊ രണ്ട് പുതിയ വാക്കുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ ഷോർട്ട് ആൻസറിൽ ക്വസ്റ്റനിൽ ചോദിച്ചേക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ ഗൈറോമെട്രിക് റേഷ്യോ? വാട്ട് ഈസ് മെന്റ് ബൈ ബോർ മാഗ്നറ്റോൺ? ബോർ മാഗ്നറ്റോൺ is a constant EH/4πm. What is that? The magnetic dipole moment of electron in the first orbit in the case of hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിൽ ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഉള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് EH/4πm എന്ന് പറയുന്ന സാധനം. അതിനെ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. What is gyrometric ratio? Gyrometric ratio is the ratio of magnetic dipole moment to angular momentum of an electron revolving around the nucleus in circular orbit, which is given by E/2m is another constant. അപ്പൊ ഈ രണ്ട് കോൺസ്റ്റന്റുകൾ ഓർമ്മിക്കുക. അതൊക്കെ നോട്ടിൽ നിങ്ങൾ കൃത്യമായി പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കണം. പരീക്ഷ എൻട്രൻസിൽ ചോദിക്കുന്നതാണ്. വാട്ട് ഇസ് EVR/2 ചോദിക്കും. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് an electron revolving around the nucleus is EVR/2. What is the magnetic field at the center of an electron മൂവിംഗ് ഇൻ സർക്കുലർ ഓർബിറ്റ് അല്ലെങ്കിൽ അറ്റ് ദ ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തത് ബൈ ആർട്സ് ഓഫ് ആർട്സിലൂടെ ആപ്ലിക്കേഷൻ ആയിട്ട് സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് ആണ്. അപ്പൊ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. ആ മാഗ്നറ്റിക് ഡൈപോളിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് കമ്പയർ ചെയ്തിട്ടാണ് എക്സ്പ്രഷൻ കണ്ടെത്തിയത്. NIA ആണ്. വേർ n is ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, I is കറന്റ്, A is ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി ഈ പറഞ്ഞ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് ആയിട്ട് പെരുമാറും ഒരു ഇലക്ട്രോൺ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആറ്റങ്ങളിൽ. അപ്പൊ എല്ലാ ആറ്റങ്ങളും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് ചുരുക്കം. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണാം, അങ്ങനെ ഗൈറോമെട്രിക് റേഷ്യോ കാണാം, അതുപോലെ തന്നെ ബോർ മാഗ്നറ്റോണും കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായി എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.